അയ്യോ, ഒരു ഗിഫ്റ്റ് വന്നേക്കണുണ്ട്. ഏതോ എന്നോട് ഇഷ്ടമുള്ള ഒരാള് ലിഞ്ചി ചേച്ചിക്ക് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ പപ്പ പോയി എടുത്തോണ്ട് വന്നു. പപ്പയ്ക്ക് വണ്ടി വെക്കാൻ പറ്റുള്ളാന്ന് പറഞ്ഞിട്ട് ഇതാര് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് അയക്കണേന്നുള്ളത് ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ആളുടെ പേര് വെളിപ്പെടുത്തൂലെന്നാ പറഞ്ഞേക്കണേ. ഓ, സൂട്ട് കേസ്. ആ, അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞോണ്ട്. ആ, എൻ്റെ ന്യൂ ഇയർ ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ സമ്മാനം. ഇനി ഇതിലെന്തെങ്കിലും ഉണ്ടാവോ? അയ്യോ, ഇതിലെന്തോ ഉണ്ടെന്ന് തോന്നണ. നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ അമ്മേ, പൈസ കുറെ പൊടിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്? അതൊക്കെ നിറച്ചും ഗിഫ്റ്റ്. ഇത് ആരാ തന്നേന്ന് തോന്നുന്നു. ദൈവം ചെയ്ത് ഇത്രയും പൈസയൊക്കെ മുടക്കി എനിക്ക് ഗിഫ്റ്റ് അയക്കരുത് കേട്ടോ. കാര്യം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം. ഇത് ആരയച്ചതാണെങ്കിലും. ഡയറി മിൽക്ക് സിൽക്സിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഒരു ചുരിദാർ സെറ്റ്, പിന്നെ യേശുവിൻ്റെ ഒരു രൂപം. അയ്യോടാ, ഒരു കേക്ക്. ഇനി നമുക്ക് ഈ കള്ളി തുറക്കാതെ. ഡയറി. എനിക്ക് ഡയറി എഴുത്തുണ്ടെന്ന് അറിയാവുന്ന ആരോ അയച്ചതാന്ന്. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു ഡയറി. ഓരോ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഓരോ മാസങ്ങൾ. ഈ വർഷം ഈ വർഷം എനിക്ക് അടിപൊളിയാണെന്ന് തോന്നണേന്ന്. ഇഞ്ചിപ്പുളിയും ഡ്രൈ ചില്ലിയും. ഈ ഗിഫ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. കാര്യം എനിക്കിങ്ങനെ ഈ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഭക്ഷണം കഴിച്ച് ഞാൻ നന്നാവട്ടെ എന്ന് ആഗ്രഹമുള്ള ആരാണ്ട് കഴിച്ചതാണോ തോന്നണത്. ഓ, ഇത് മറ്റേ ഡേറ്റ് ആവണ സമയത്ത് പെയിൻ വരും നമുക്ക്. അപ്പോൾ വൈബ്രേഷൻ വരും ഇതിന്ന്. അപ്പോൾ പെയിൻ കുറയും. ഇതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. കൃത്യസമയത്ത് ഇനിയെങ്കിലും എഴുതേക്കാൻ പറഞ്ഞിട്ട് ഒരു അലാറം വേണമെന്ന് തോന്നുന്നു. ഇതിൽ ഇഞ്ചി ചേച്ചിയുടെ ഐഡിയ ആയിരിക്കും. റാബിറ്റ് കുഞ്ഞ് മറ്റേ പ്രേമലൂല് സച്ചിൻ കൊടുത്താരാ. ക്യൂട്ടാണല്ലേ ഇതറ. അയ്യോ, അപ്പൊ ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോഴും ഗിഫ്റ്റ് തന്ന ആള് എനിക്കൊരു സ്ട്രേഞ്ചറാണ്. എന്നോട് പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ചേച്ചി അത് ചോദിക്കരുതെന്ന് പറഞ്ഞേക്കണേണ്. അപ്പോൾ ആരാണെങ്കിലും ഒരുപാട് സന്തോഷം. എൻ്റെ ന്യൂ ഇയറിലെ ആദ്യത്തെ ഗിഫ്റ്റാണിത്. അതും മനസ്സ് നിറഞ്ഞ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നല്ലൊരു വർഷം എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആവട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഇത്രയും എക്സ്പെൻസ് ഒക്കെ മുടക്കി എനിക്ക് ഗിഫ്റ്റ് ആരും അയക്കരുത്. അത് ഇപ്പോഴേ പറയാം. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. ഒന്നാമത് ആളാരാന്നറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാം. അറിയാം, ഗിഫ്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളല്ല. എന്നാലും നമുക്കൊരു വിഷമം വരുമല്ലോ. അയ്യോ, ഇത്രയും പൈസ മുടക്കി എന്തെങ്കിലും ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ എന്നല്ലേ നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പോൾ ആരാണെങ്കിലും ഒരുപാട് സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.